ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാ സീസണിലും പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റൗണ്ടാണ് ഫാമിലി റൗണ്ട്. ഇന്ന് ഫാമിലി റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. തുടക്കം തന്നെ ആരുടെയൊക്കെ ഫാമിലിയാണ് വരുന്നത്? ഫാൻസുകൾ തമ്മിൽ ഇവിടെ അടിപിടി. എന്നാൽ ആക്ടിവിറ്റി ഏരിയയിൽ തൻ്റെ ഫാമിലിയെ കണ്ട് രണ്ടാളും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന രംഗങ്ങളാണ് ഇന്നത്തെ ലൈവിൽ കാണാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ ലൈവിൽ ഒരു ഗംഭീര കാഴ്ച വരുന്നുണ്ട്. ഫാമിലി റൗണ്ട് ഒരുപക്ഷെ പ്രേക്ഷകരും ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഫാമിലി തന്നെ ആയിരിക്കണം ഇന്ന് വരാൻ പോകുന്നത്. എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ്. പാട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പാട്ടിടുമ്പോഴാണ് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് ഓടിപ്പോകുന്നു. മനസ്സിലായി ഫാമിലി ആരോ വരുന്നുണ്ട്. ഫാമിലി ആവണം എന്നില്ല എങ്കിൽ പോലും ആരോ വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഷാനവാസും അനീഷും അവിടെ ഇല്ല. അവരെവിടെ പോയി? അവർ ആക്ടിവിറ്റി ഏരിയയിലാണ്. ബിഗ് ബോസ് അവർക്ക് ഒരു 7 മണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്ലാസ്മ ടിവിയിൽ ഇത് ആരാ വരുന്നതെന്ന് കാണാനുള്ള ഒരു ഓപ്ഷൻ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഫാമിലിയാണ് വരുന്നത്. തുടക്കം തന്നെ വരുന്നത് ഷാനവാസിൻ്റെ മോളും വൈഫും ആണ് വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഷാനവാസ് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് ഒരു സമയത്തുമ്പോൾ എന്താ ഫാമിലി ഇത്രയും നാൾക്ക് ശേഷം കാണല്ലേ, അപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അത് കഴിഞ്ഞതാ ഒരു അമ്മയുടെ പാട്ടാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അനീഷിന് മനസ്സിലായി തൻ്റെ അമ്മ വരുന്നുണ്ടെന്ന്. അനിയനും അമ്മയും കൂടിയിട്ടാണ് വരുന്നത്. അനിയൻ മാത്രം വരുള്ളൂ എന്നാണ് അനീഷ് കരുതിയിരുന്നത്. എന്നാൽ അനീഷിൻ്റെ പ്രതീക്ഷകളെല്ലാം ബിഗ് ബോസ് തെറ്റിച്ചുകൊണ്ട് അനീഷിന് ഇതാ സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ്. അനീഷിൻ്റെ അമ്മ കൂടി ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇവർക്കൊരു 7 മണിയും കൂടി ബിഗ് ബോസ് കരുതി വെച്ചിട്ടുണ്ടാവും. സർപ്രൈസ് ഉള്ളപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു 7 മണി ഉണ്ടാവും. ആ 7 മണി എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ആക്ടിവിറ്റി ഏരിയയിലാണ്. ഇവർക്കൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സീസണിലും കൊടുക്കുന്ന ഒരു ടാസ്ക് ആണ്. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ടു ഫിനാലയിലാണ് ഈ ഒരു ടാസ്ക് കൊടുക്കാറ്. ഇവരുടെ ഫാമിലിയുടെ ഫോട്ടോ ആണ്. അത് ക്യൂബായിട്ട് നമ്മളെല്ലാ സീസണിലും കാണാമല്ലേ, ക്യൂബായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. കറക്റ്റായിട്ട് ഫോട്ടോ അറേഞ്ച് ചെയ്യുക. ആ ഒരു ടാസ്ക് ആണ് ഇന്ന് കൊടുക്കുന്നത്. സിമ്പിളായിട്ട് പറ്റും. അവരുടെ ഫാമിലി അല്ലേ. അപ്പോൾ വൈഫിൻ്റെയും കുട്ടിയുടെയൊക്കെയാണ് ഷാനവാസിന് കൊടുത്തിരിക്കുന്നത്. അനീഷിന് ഒരുപക്ഷെ അമ്മയുടെയൊക്കെ ആയിരിക്കാം. ഇവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരെ കണ്ടതിൻ്റെ സന്തോഷത്തിലല്ല, രണ്ടുപേരുടെ കൈയൊക്കെ ഇങ്ങനെ വിറച്ച് പോവാണ്. എന്നാൽ നമ്മുടെ മനസ്സിനൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ. ഇവരുടെ വീട്ടുകാർ വരുമ്പോൾ ഇവർ കരയുന്നുണ്ട്. പക്ഷേ ആക്ടിവിറ്റി ഏരിയയിൽ പരസ്പരം അനീഷും ഷാനവാസും കൂടി കെട്ടിപ്പിടിച്ച് ഇവർ സന്തോഷക്കണ്ണീരാണ്, സങ്കടത്തിൻ്റെ അല്ല. ഇവരെ കണ്ടതിൻ്റെ ഒരുപാട് നാൾക്ക് ശേഷം കാണുമല്ലേ. അപ്പോൾ ആ കണ്ടതിൻ്റെ ഒരു സന്തോഷ കണ്ണീരൊക്കെ നമുക്കിത് കാണാം. ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ രണ്ടുപേരുടെ ഫാമിലി വരാനല്ലേ. പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം ഈ റൗണ്ടിന്റെ തുടക്കം തന്നെ അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് ഫാമിലിയെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചിരുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ആ ഒരു വാർത്ത അറിയിക്കുന്നത്. അനീഷിനും ഷാനവാസിനും ഫാമിലിയെ കാണണമെങ്കിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, എങ്കിലേ കഴിയുള്ളൂ എന്ന്. ആ സമയത്ത് അവരൊക്കെ ഞെട്ടാണ്. എന്നാൽ ഇതിൽ എന്തോ ഒരു ട്വിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ആരാദ്യം കഴിയുന്നു അവർക്ക് മാത്രം കാണാൻ പറ്റുള്ളൂ, അങ്ങനെ വല്ലതും വരുമോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്തായാലും ഗംഭീരമായിട്ടുള്ള ലൈവാണ് ഇന്ന് വരാൻ പോകുന്നത്. എപ്പിസോഡ് അതിലും രസകരമായിരിക്കാനാണ് സാധ്യത. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.